നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കുറുമല ഗവൺമെന്റ് LP സ്കൂളിലെ 64ാം വാർഷികാഘോഷവും പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും വെളിച്ചം 2025 എന്ന പരിപാടി അതിവിപുലമായ ചടങ്ങുകളോടെ നടന്നു. കുറുമല ഗവൺമെന്റ് LP സ്കൂൾ 64ാം വാർഷികാഘോഷവും പ്രീ പ്രൈമറി സ്റ്റാർസ് വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും വെളിച്ചം 2025 സ്കൂൾ അങ്കണത്തിൽ വെച്ച് അതിവിപുലമായ ആഘോഷങ്ങളോടെ നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ചേലക്കര നിയോജകമണ്ഡലം MLA യുവ പ്രദീപ് നിർവഹിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ GLPS കുറുമലയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത ഡിജിറ്റൽ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ വർഷത്തെ പഞ്ചായത്ത് തല പ്രവേശനോത്സവം GLPS കുറുമലയിൽ വെച്ച് നടത്തപ്പെട്ടു. വർഷത്തിന് മുമ്പേ അല്ലെങ്കിൽ 63 വർഷത്തിന് മുമ്പേ തുടങ്ങുമ്പോൾ സ്കൂളിൻ്റെ ഒരവസ്ഥ എങ്ങനെയായിരുന്നു എന്നും പിന്നീട് അത് ഘട്ടം ഘട്ടമായി മാറി ഇപ്പോൾ എങ്ങനെ മാറിയെന്നും നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികളുടെ നിലവാരത്തിലെ മാറ്റം സംബന്ധിച്ചുമെല്ലാം ഇപ്പോൾ ഉള്ള രക്ഷിതാക്കൾ വിലയിരുത്തി പോകേണ്ടതാണ്. നമ്മുടെ സ്കൂൾ നേരത്തെ പറഞ്ഞ പോലെ ഘട്ടഘട്ടമായി മാറ്റം വരുമ്പോൾ ഇനി ഏതാണ്ട് ചില പഴയ കെട്ടിടങ്ങളും കൂടെ മാറ്റി പൂർണ്ണമായും കുട്ടികൾക്ക് ആധുനിക രീതിയിൽ സൗകര്യത്തോടു കൂടി പഠിക്കാനുള്ള സൗകര്യവും ഭാവിയിൽ വേണ്ടതാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ നേരത്തെ ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായിരുന്ന ബ്രിജിലാൽ മാഷ് അതിനെ സംബന്ധിച്ച് അന്ന് MLA ഉള്ളപ്പോൾ അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. അതനുസരിച്ച് ഒരു ഭാഗം അന്ന് തുടക്കം കുറിക്കുകയുണ്ടായി. ഏതായാലും ആ ലക്ഷ്യം വലുതായാലും ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് അത്തരത്തിലുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുന്നതും നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെല്ലാവരും അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും ഈ നാട്ടിൽ പഠിക്കുന്ന കുട്ടികളുടെ സൗകര്യങ്ങളെല്ലാം നമ്മുടെ ഈ സ്കൂളിൽ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ വലിയ മാറ്റം ഉണ്ടാവും. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ അധ്യക്ഷയായി. വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലത്ത് BRCയിൽ 8 അധ്യാപകർ, നമ്മുടെ ചേലക്കര പഞ്ചായത്ത് BRCക്ക് കീഴിലുള്ള 8 അധ്യാപകർ വിരമിക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗം, ഇന്നലെ SMT സ്കൂളിലെ വാർഷികാഘോഷവും അവിടെ അധ്യാപകർ വിരമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ഇന്ന് ഈ പരിപാടിയിലേക്ക് എത്തുമ്പോൾ മനസ്സു നിറയുന്ന കാഴ്ചകളാണ് ഇവിടെ നമുക്ക് ശരിക്കും കാണാൻ കഴിയുന്നത്. അതിൽ പ്രധാനമായും ഈ പരിപാടി സംഘടിപ്പിച്ച PTA സംഘാടകർ അത് 100% വൃത്തിയായി ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവർക്ക് പഞ്ചായത്തിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ ആദ്യമേ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു MLA അല്ലെങ്കിൽ മന്ത്രി അവരുടെ അധികാര പരിധിയിൽ പെട്ട് ചില കാര്യങ്ങൾ ചെയ്യും. ആ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണത വരുത്തുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അത്ര എളുപ്പമുള്ള കാര്യമാവാറില്ല. പക്ഷെ ഇവിടെ ചെലവഴിക്കുന്ന തുകകൾ അതത് കാലങ്ങളിൽ ഇവിടെ ഉണ്ടാകുന്ന മാഷുമാരാകട്ടെ, അതിന് നേതൃത്വം കൊടുക്കുന്ന PTA ആകട്ടെ, എല്ലാവരും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ ഈ കുറുമല സ്കൂളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നും മാതൃകാപരമായി നിൽക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സ്റ്റാർസ് എന്ന പേരിൽ ഇവിടെ 10 ലക്ഷം രൂപ ചെലവിൽ നടപ്പിലാക്കിയിട്ടുള്ള നമ്മുടെയൊക്കെ മുന്നിൽ കാണുന്ന ഈ സംവിധാനം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. വടക്കാഞ്ചേരി AEO ഷീജ കുനിയിൽ പുരസ്കാര വിതരണം നടത്തി. ഹെഡ്മാസ്റ്റർ ശശി പ്രകാശ് K റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ KK,
പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിജിത ബിനീഷ്, വാർഡ് മെമ്പർമാരായ ടി ഗോപാലകൃഷ്ണൻ, വി കെ ഗോപി, പഴയന്നൂർ BRCK പ്രമോദ്, SMC ചെയർമാൻ രാമചന്ദ്രൻ PN എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. PTA പ്രസിഡന്റ് PB ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സീനിയർ അധ്യാപിക ബിന്ദുകുമാരി TV നന്ദി അർപ്പിച്ചും സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ വർണ്ണാഭമായി നടന്നു. CCV ന്യൂസ്, ചേലക്കര.